മാതൃകാപരമായിട്ടുള്ള പല കാര്യങ്ങളും ലോക റെക്കോർഡ് വരെ എത്തിയിട്ടുള്ള പല കാര്യങ്ങളും നിർവഹിച്ചിട്ടുള്ള സുബ്രഹ്മണ്യ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിക്കാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. താലൂക്ക് ലൈബ്രറി യൂണിയൻ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനായനം പദ്ധതി താലൂക്കിലെ 250 വായനശാലകളിലായി 15,000 പുസ്തക ചർച്ചകൾ സംഘടിപ്പിക്കുന്ന അതിബൃഹത്തായിട്ടൊരു പരിപാടിയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി അതിൻ്റെ അനുബന്ധ പരിപാടി എന്നുള്ള നിലക്ക് തൊഴിലിടങ്ങളിൽ, അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ, വിദ്യാലയങ്ങളിൽ വായനയുടെ വിസ്മയ വസന്തം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ കൂടി ആസൂത്രണം ചെയ്തു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടങ്കാളി ഷെണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനയുടെ വിസ്മയ വസന്തം എന്ന ഒരു നൂതനമായ ചരിത്രത്തിൽ അടയാളപ്പെടുത്തത്തക്ക രീതിയിലുള്ള പരിപാടിക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്കൂളിലെ 1500-ൽ പരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം തന്നെ വായനയുടെ വിസ്മയ ലോകത്തിലേക്ക് കടന്നു വരുന്ന അഭൂതപൂർവമായ വിസ്മയകരമായിട്ടൊരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. തീർച്ചയായിട്ടും വായനയുടെ ഉള്ളറകളിലേക്ക് പുതിയ കുട്ടികളെ, തലമുറയെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായി വായനയുടെ വിസ്മയ വസന്തം തീരും. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വായനയുടെ വിസ്മയ വസന്തത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. -2 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ മലയാള നോവൽ സാഹിത്യത്തിൽ, മലയാള ഗദ്യസാഹിത്യത്തിൽ, മലയാള പദ്യസാഹിത്യത്തിൽ നീണ്ട 135 വർഷത്തെ പഴക്കമുള്ള ആളുകളുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ, മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയ നിരവധി എഴുത്തുകാരെ നേരിട്ട് പരിചയപ്പെടുത്തുന്നതിന്, അവരുടെ രചനകൾ വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരം കൂടിയായി കുട്ടികൾക്ക് ഇത് അനുഭവപ്പെടും എന്നതാണ് ഇതിൻ്റെ സവിശേഷത. ലോകപ്രസിദ്ധമായ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെ അടിസ്ഥാനമാക്കി എഴുതിയതാണ് ഈ പുസ്തകം. പുലിരാജവംശത്തിലെ രാജാവായ ദുഷ്യന്തനും കണ്വമഹർഷിയുടെ വളർത്തുമകളായ ശകുന്തളയും തമ്മിലുള്ള പ്രണയവും വിവാഹവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം. നവകേരള ശില്പികൾ എന്ന പരമ്പരയിലെ 19ാമത്തെ പുസ്തകമായി വിദേശാധിപത്യത്തിനെതിരെ ചെറുത്തുനിൽപ്പുകൾ നടത്തി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വായിച്ചു നോക്കാവുന്ന നാടോടി കഥകളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പയ്യന്നൂർ ഷെണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ചരിത്രത്തിൽ ഇടം നേടുകയാണ്. 1500 വിദ്യാർത്ഥികളും അധ്യാപകരും PTA-കളും രക്ഷിതാക്കളും ചേർന്ന് പുസ്തകം അവതരിപ്പിക്കുകയാണ്. ചെറുശ്ശേരി മുതൽ MT വരെയുള്ള മഹാനായന്മാരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ പേരിലാണ് 31 വേദികൾ. ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള സ്നേഹോപകാരമായിട്ടാണ് ഈ കുട്ടികൾ ഈ ബൃഹത് പുസ്തക വായന നടത്തുന്നത്. പയ്യന്നൂർ ലൈബ്രറി കൗൺസിൽ പയ്യന്നൂർ ലൈബ്രറി കൗൺസിൽ വായനായനം പരിപാടിയുടെ ഭാഗമായി 21 വായനശാലകൾ സ്കൂളിൽ നേരിട്ടെത്തുകയും കുട്ടികൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ നൽകുകയും അവ വെക്കേഷൻ മുമ്പ് തന്നെ നൽകിയതുകൊണ്ട് തന്നെ വെക്കേഷൻ കാലയളവിൽ കുട്ടികൾ പുസ്തകവുമായിട്ട് പരിചയപ്പെടുന്നു. സ്കൂൾ തുറന്ന ഉടനെ തന്നെ കുട്ടികൾ പുസ്തക അവതരണം ട്രയലായിട്ട് അവതരിപ്പിക്കുന്നു. അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ തിരുത്തിക്കൊണ്ട് ഇന്ന് 3-ാം തീയതി 31 വേദികളിലായിട്ട് 1500 പുസ്തകങ്ങൾ വായിക്കപ്പെടും. ഇത് ചിലപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ എവിടെയും സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അതിന് സാക്ഷ്യം വഹിക്കാനുള്ള മഹാഭാഗ്യം ഷെണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിളിച്ചതിലുള്ള സന്തോഷം കൂടി അറിയിക്കുക. 1500 പുസ്തകങ്ങൾ വെച്ചിട്ട് കുട്ടികൾ കേൾക്കുകയും ഒരു കുട്ടി തന്നെ പുസ്തകം അവതരിപ്പിക്കുന്നതിന് വേണ്ടി 3-4 പുസ്തകങ്ങൾ വായിച്ച് അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തിട്ടാണ് കുട്ടികൾ പുസ്തകത്തിലേക്ക് വരുന്നത്. ഈ പുതിയ കാലഘട്ടം കാഴ്ചയുടെ കാലഘട്ടമാണ്. വായന അവരിൽ അന്യം നിന്നു പോവുകയും ഈ പുസ്തക വായനയിലൂടെ കുട്ടികൾക്ക് പുസ്തകത്തിലുള്ള താല്പര്യമുണ്ടാക്കുകയും അതുവഴി കൂടുതൽ വായിക്കാനും കൂടുതൽ ലോകാനുഭവങ്ങൾ തേടാനും ഉള്ള ഒരു സന്ദർഭം ലഭിക്കുമെന്നാണ്
ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥാലയങ്ങളുള്ളത്. കണ്ണൂർ ജില്ലയിൽ 1100 ഗ്രന്ഥാലയങ്ങളുണ്ട്. നമ്മുടെ പയ്യന്നൂർ താലൂക്കിനകത്തും തളിപ്പറമ്പ് താലൂക്കിലും കണ്ണൂർ താലൂക്കിലും തലശ്ശേരിയിലും ഇരിട്ടിയിലുമെല്ലാം ധാരാളം ഗ്രന്ഥശാലകളുണ്ട്. പയ്യന്നൂർ താലൂക്കിനകത്ത് 250 ഗ്രന്ഥശാലകളാണുള്ളത്. ഓരോ വർഷവും ശരാശരി ഞങ്ങളുടെ പുസ്തകോത്സവത്തിൽ കണ്ണൂർ ജില്ലയിൽ വെച്ച് നടക്കുന്ന പുസ്തകോത്സവത്തിൽ 2 കോടിയോളം രൂപയുടെ പുസ്തകമാണ് അവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നല്ലൊരു ശതമാനം ഗ്രന്ഥാലയങ്ങൾ ഗ്രാൻഡ് ഉപയോഗിച്ചിട്ടാണ്. 10,000-കണക്കിന് പുസ്തകങ്ങളുള്ള ധാരാളം ഗ്രന്ഥശാലകൾ ഇവിടെയുണ്ട്. അതിപ്രശസ്തമായ ഗ്രന്ഥശാലകൾ നമ്മൾ എണ്ണിപ്പറയുകയാണെങ്കിൽ പയ്യന്നൂരിൽ തന്നെ കസ്തൂർബ ഗ്രന്ഥാലയം, തിരൂരിലുള്ള ഗ്രന്ഥാലയം, അതുപോലെ തന്നെ നൂറ്റാണ്ട് പഴക്കമുള്ള പയ്യന്നൂർ പബ്ലിക് ലൈബ്രറി, 100 വർഷത്തിൽ മേലെ പഴക്കമുള്ള ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥാലയമാണ് പയ്യന്നൂർ പബ്ലിക് ലൈബ്രറി. അത് കഴിഞ്ഞാൽ ഉള്ളൂരിൽ നിങ്ങൾക്കറിയാം ജവഹർ ഗ്രന്ഥാലയം, അതുപോലെ തന്നെ അന്നൂർ സഞ്ജയൻ ഗ്രന്ഥാലയം, അതുപോലെ തന്നെ കുഞ്ഞിമംഗലം VR നായനാർ വായനശാല, അതുപോലെ കുളപ്പുറം വായനശാല. ഇതൊക്കെ നിങ്ങളുടെ ഓരോ വീട്ടിൻ്റെ മുറ്റത്തും ഗ്രന്ഥശാലകളുണ്ട്. ആ ഗ്രന്ഥശാലകളിലെല്ലാം 10,000-കണക്കിന് പുസ്തകങ്ങൾ അലമാരകളിൽ ഉണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾക്കറിയാം. കാരണം ആ കുട്ടികളാണ് പിന്നീട് ഈ കണ്ടങ്ങാടി സ്കൂളിൻ്റെ ഒരു സ്വന്തമായിട്ടൊക്കെ തന്നെ മാറിയത്. തീർച്ചയായിട്ടും എന്തുകൊണ്ടും അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് 2019 തോന്നുന്നു അല്ലെ വിനോദ്? കാരണം ചരടുകുത്തി കൊലിക്കലി എന്ന് പറയുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വളരെ ആ രീതിയിൽ ആത്മാസമർപ്പണം ഏറ്റവും പുരോഗമനപരമായിട്ട് ചിന്താഗതിയുള്ള ആളുകളാണ്. അങ്ങനെയുള്ള തലമുറയാണ്. ട്രെൻഡ് കുറച്ച് പുതിയ വാക്കാണ് ട്രെൻഡ്, വൈബ് എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ താല്പര്യം ആ ഒരു വൈബിലേക്ക് ട്രെൻഡിലേക്കൊക്കെ പയ്യന്നൂർ താലൂക്കിലെ ലൈബ്രറികളൊക്കെ തന്നെ മാറുന്ന ഒരു സമയമാണ്. കാരണം എല്ലാ ലൈബ്രറികളിലും അത് സമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 4 മാസമായിട്ട് പല വിധത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനെതിരായ നിഷേധങ്ങൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. ആചാരാനുഷ്ഠാനങ്ങളോടെ തെയ്യം എല്ലാ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും ഈ പറയുന്ന അപരാധന്മാരുടെ വീടുകൾ ഉൾപ്പെടെ കിട്ടിയാടുന്ന മനുഷ്യൻ അല്ല അടുത്ത ആഴ്ച അടുത്തുള്ള ലൈബ്രറി ഉണ്ടാവില്ലേ, ലൈബ്രറിയിലെ ഗ്രന്ഥശാല അടുത്താൽ കൊടുക്കുക, അവർ വായിക്കും. അപ്പോൾ ഓരോ പുസ്തകം വായിച്ചാൽ ഒരുപാട് അറിവ് കിട്ടും. ഇപ്പൊ വായിച്ചാൽ അറിവ് കിട്ടിയില്ല. അപ്പൊ ആ രീതിയിൽ ഒരുപാട് ആളുകളെ പരിചയം പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞറിയോ? കുഞ്ഞിന് ഭാഷ അറിയാം, കുഞ്ഞിനെ വളരൂലേ? വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചു വളർന്നാൽ വിളയും. വായിക്കാതെ വളർന്നാലോ? അപ്പൊ വളയോ കൊണ്ട് നമുക്ക് വിളയില്ല വേണ്ടേ? വളയണമെങ്കിൽ എന്ത് വേണം? വായിക്കണം. വായിക്കണ്ടേ? അപ്പൊ എല്ലാരും വായിക്കുന്നു. ഒരു കൃത്യമെടുക്കാൻ ഞാൻ വായിക്കും. ഒച്ചത്ത് പറഞ്ഞാൽ എല്ലാരും എണീച്ച് മുതൽ നിരന്തരം പുസ്തകങ്ങൾ വായിക്കും. വായിക്കും എല്ലാവരും. പഴയ സ്റ്റേറ്റ് പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചതുരംഗക്കളത്തിൽ ഓരോ നീക്കവും കരുതലോടെയാവണം. അശ്രദ്ധയോടെയുള്ള ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു പോകാൻ. അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യവും. അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്? ഉണ്ടല്ലോ, പയ്യന്നൂർ റൂറൽ ബാങ്ക്. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകളിൽ.